എല്ലാവർക്കും നമസ്കാരം. മുരുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് തൈപ്പൂയം. ഫെബ്രുവരി 11-ാം തീയതിയാണ് ഈ വർഷത്തെ തൈപ്പൂയം. തൈപ്പൂയത്തിൻ്റെ ഐതിഹ്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, മറ്റ് ആചാരങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ലഘുവായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ മെസ്സേജ് വിടുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്താൽ മതി. സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള പ്രധാന ഐതിഹ്യങ്ങളിൽ ഒന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നതാണ്. കശ്യപ മഹർഷിയുടെ പുത്രന്മാരായ ശൂരപത്മാസുരൻ, താരകാസുരൻ, സിംഹമുഖാസുരൻ തുടങ്ങിയ അസുരന്മാർ ഈ ദിവസമാണ് വധിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഈ 3 അസുരന്മാരും ഭഗവാൻ ശിവനെ തപസ് ചെയ്യുകയും ഭഗവാന് ജനിക്കുന്ന പുത്രനാൽ മാത്രമേ തങ്ങൾ വധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന വരം നേടുകയും ചെയ്തു. ഭഗവാനിൽ നിന്ന് അങ്ങനെ വരം ലഭിച്ച അവർ വളരെ ആസുരികമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. അങ്ങനെ അവസാനം സുബ്രഹ്മണ്യൻ്റെ ജനനത്തിലേക്ക്, മുരുകൻ്റെ ജനനത്തിലേക്ക് ഈ കഥ വന്നു നിൽക്കുന്നു. എല്ലാവർക്കും ആ കഥ അറിയാവുന്നതാണ്. അങ്ങനെ ഭഗവാൻ സുബ്രഹ്മണ്യൻ ഈ പറയുന്ന 3 അസുരന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും ഇവരെ 3 പേരെയും വധിച്ചത് ഈ തൈപ്പൂയം നാളിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ 3 പേരെയും വധിച്ച് ആസുരികതയെ ഉന്മൂലനം ചെയ്തതിൻ്റെ ആഘോഷമായിട്ടാണ് തൈപ്പൂയം ആചരിക്കപ്പെടുന്നത്. ഈ 3 അസുരന്മാരിൽ മൂത്തയാളായ ശൂരപത്മാസുരൻ ഒരു വൃക്ഷത്തിൻ്റെ രൂപം സ്വീകരിക്കുകയും ഭഗവാൻ വേലുകൊണ്ട് ആ വൃക്ഷത്തെ 2ആയി മുറിക്കുകയും അതിൻ്റെ ഒരു ഭാഗം കുക്കുടം അഥവാ പൂവൻകോഴിയായിട്ടും മറ്റൊന്ന് മയിലായി മാറിയെന്ന് ഒരു കഥയുണ്ട്. അതുപ്രകാരം മയിൽ ഭഗവാന്റെ വാഹനമായിട്ട് സ്വീകരിക്കുകയും കുക്കുടത്തെ, പൂവൻകോഴിയെ തൻ്റെ കൊടിയുടെ അടയാളമാക്കി മാറ്റുകയും ചെയ്തു ഭഗവാൻ മുരുകന് പാർവതീദേവിയിൽ നിന്ന് ശക്തിവേൽ ലഭിച്ചത് ഈ തൈപ്പൂയം നാളിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വള്ളിയെ ഭഗവാൻ മുരുകൻ വിവാഹം കഴിച്ചതും ഈ തൈപ്പൂയ നാളിലാണ്. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുള്ളത് ചിദംബരത്ത് ഭഗവാൻ ശിവൻ ആനന്ദ താണ്ഡവമാടിയത് ഈ തൈപ്പൂയം നാളിലാണെന്ന് പറയപ്പെടുന്നു. വ്യാഘ്രപാദ മഹർഷിയും പതഞ്ജലി മഹർഷിയും അതിന് സാക്ഷ്യം വഹിക്കുകയും ഉണ്ടായി. ഈ കഥകളും ഐതിഹ്യവുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. കാരണം താരകാസുരൻ്റെ വധവുമായി ബന്ധപ്പെട്ടതും ഭഗവാന്റെ അവതാര ലീലകളൊക്കെ എപ്പോഴും വർണ്ണിച്ച് കേൾക്കുന്നതാണ്. സുബ്രഹ്മണ്യ ഭക്തർ അത്ര കണ്ട് നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. പിന്നെ പറയാനുള്ളത് ഈ ദിവസത്തെ വ്രതത്തെക്കുറിച്ചാണ്. വളരെ വിപുലമായിട്ട് തന്നെ ദക്ഷിണ ഭാരതത്തിൽ സുബ്രഹ്മണ്യന് വേണ്ടിയുള്ള തൈപ്പൂയ വ്രതം കൊണ്ടാടാറുണ്ട്, എടുക്കാറുണ്ട്, അനുഷ്ഠിക്കാറുണ്ട്. പ്രധാനമായും 48 ദിവസം മുതൽ 41 ദിവസം, അതുപോലെ 21 ദിവസം, 6 ദിവസം, പിന്നെ തൈപ്പൂയത്തിൻ്റെ അന്ന് മാത്രം എടുക്കുന്ന വ്രതം. ഇങ്ങനെ വ്രതത്തെ നമുക്ക് തരംതിരിക്കാം. ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 11-ാം തീയതിയാണ് ഈ വർഷത്തെ തൈപ്പൂയം എന്നുള്ളതുകൊണ്ട് ഇനി 6 ദിവസത്തെ വ്രതമൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്നവർ തൈപ്പൂയത്തിൻ്റെ അന്ന് മാത്രം വ്രതമെടുക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് ഉത്തമമായ ഒരു ദിവസമാണ് തൈപ്പൂയം. സുബ്രഹ്മണ്യ പ്രീതി അത്ര കണ്ട് ആ ദിവസം ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ ഈ വ്രതം കൂടുതലായിട്ടും എടുത്തു കാണുന്നത്. കാരണം എന്ത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും ഭക്തിയോടുകൂടി ഈ തൈപ്പൂയ നാളിൽ വ്രതം എടുത്തു കഴിഞ്ഞാൽ. തൈപ്പൂയത്തിന് പൗർണമി എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന് ഒന്ന് കലണ്ടറിൽ നോക്കി വെച്ചാൽ ആ സമയത്ത് സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് കൂടുതൽ ശ്രേയസ്കരമാണ്, കൂടുതൽ അനുഗ്രഹപ്രദമാണ്. ഇതൊരു നാൾ വ്രതമായിട്ടാണ് സാധാരണ എടുത്തു കാണുന്നത്. പൂയം നക്ഷത്രം ആരംഭിക്കുന്നിടം മുതൽ വ്രതം ആരംഭിക്കുകയും പൂയം നക്ഷത്രം അവസാനിക്കുമ്പോൾ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതി. പക്ഷേ അതോടൊപ്പം തിഥി പൗർണമിയും കൂടി കടന്നു വരുന്ന സമയം നോക്കുക. അപ്പോൾ പൂയം നക്ഷത്രത്തിൽ പൗർണമി തിഥി വരുന്ന സമയത്ത് സുബ്രഹ്മണ്യനെ, മുരുകനെ ആരാധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ജപിച്ചാൽ, ധ്യാനിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരുമെന്നും വളരെ ശക്തമായ ഒരു വിശ്വാസം തൈപ്പൂയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഭക്തപ്രിയനായ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഏറ്റവും ഉത്തമമായി ആചരിക്കാവുന്നതാണ് സ്കന്ദന് വേണ്ടിയിട്ടുള്ള ഈ തൈപ്പൂയ വ്രതം. തൈപ്പൂയം ഒരു ആഘോഷമായിട്ടാണ് കാണുന്നതെങ്കിലും ഭഗവാന്റെ വിജയത്തെ ലോകം മുഴുവൻ ആഘോഷിക്കുന്നതാണ് തൈപ്പൂയമെങ്കിലും അതോടൊപ്പം തന്നെ വ്രതമായിട്ട് അതെടുത്താൽ ആ പുണ്യ ദിവസത്തെ നമ്മൾ എല്ലാവിധ
ഭക്തിയോടും കൂടി വ്രതമായിട്ടെടുത്താൽ ഭഗവാൻ നമ്മളെ എല്ലാ തരത്തിലും അനുഗ്രഹിക്കുന്നതാണ്. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനത്തെ ലഭിക്കുന്നതിനും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ഈ വ്രതം ഉത്തമമാണ്. ആർക്കും എടുത്തു നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. വ്രതം എന്ന് പറയുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ആഹാരം വളരെ നിയന്ത്രിച്ചുകൊണ്ട് പരമാവധി ആഹാരം കുറച്ചു മാത്രം കഴിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും ആഹാരം ഉപേക്ഷിച്ചിട്ടല്ല, അവനവന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചുകൊണ്ട് തൻ്റെ ചിന്തകളെ പൂർണ്ണമായും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുന്നതും സ്തോത്രങ്ങൾ ജപിക്കുന്നതും നാമമന്ത്രങ്ങൾ ജപിക്കുന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അനുഗ്രഹം നേടിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്രതം ഒരു മൗനവ്രതമായിട്ട് ആചരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും പല ആചാര്യന്മാരും പറയാറുണ്ട്. മൗനവ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചിന്തകളെ പോലും പ്രതിരോധിച്ചുകൊണ്ട് ഭഗവാന്റെ നാമത്തെ മാത്രം സ്മരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നതാണ് മൗനവ്രതം എന്ന് പറയുന്നത്. അല്ലാതെ വാഗൊണ്ട് സംസാരിക്കാതെ ചിന്ത കൊണ്ട് പല കാര്യങ്ങളുടെ പുറകെ പോയാൽ മൗനവ്രതമാവില്ല. പക്ഷേ ഈ പറയുന്ന തൈപ്പൂയത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതിന് മൗനവ്രതം ഉത്തമമാണ്. അതുപോലെ ശരവണഭവായ നമ എന്നുള്ള നാമമന്ത്രത്തെ എത്ര കണ്ട് ജപിക്കാൻ സാധിക്കുമോ അത് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിത്തരുന്നതാണ്. അഖണ്ഡമായിട്ട് ജപിക്കുന്നത് ഉത്തമമായിട്ടാണ് പല സിദ്ധയോഗികളും പറയുന്നത്. പക്ഷെ അഖണ്ഡമായിട്ട് ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 108 1008 ഒക്കെ ആയിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കുക. ആ മന്ത്രത്തിന് അത്ര കണ്ട് ശ്രേഷ്ഠതയുണ്ടെന്നും ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലേക്ക് ആ ദിവസം വരുമെന്നും നമ്മുടെ ഏത് നടക്കാത്ത കാര്യത്തെയും ഭഗവാൻ നടത്തി തരുമെന്നും തമിഴ്നാട്ടിലൊക്കെ ശക്തമായ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്നവർ ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കണം, സ്തോത്രങ്ങൾ ജപിക്കണം, അതോടൊപ്പം തന്നെ നാമമന്ത്രങ്ങൾ ജപിക്കണം. ഭഗവാന്റെ ഒരുപാട് കഥകളും ലീലകളും ഒക്കെ വർണ്ണിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിക്കാൻ സാധിച്ചാൽ അതെല്ലാം വായിക്കണം. ഒപ്പം ഭഗവാന്റെ നാമമന്ത്രം ശരവണഭവായ നമ എന്നുള്ള ആ മന്ത്രത്തെ ആവർത്തിച്ച് ജപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തൈപ്പൂയത്തിൻ്റെ അന്ന് വ്രതം എടുക്കുന്നത് സകല പാപങ്ങളെയും ഇല്ലാതാക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല. അറിയാതെ അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരും അതിൻ്റെ പാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ, ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തൈപ്പൂയത്തിൻ്റെ അന്ന് ഭഗവാൻ സുബ്രഹ്മണ്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതമെടുത്താൽ മതി. ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ആ പാപത്തെ കുറയ്ക്കും. അതുകൊണ്ടുള്ള പീഡ ഇല്ലാതാവുകയും പൂർണ്ണമായും സന്തോഷത്തോടു കൂടി ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഏതെങ്കിലും വിഷമത്തിൽ ആന്തരികമായ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവർ പറ്റുമെങ്കിൽ തൈപ്പൂയത്തിന് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതമെടുക്കുക. കഠിന വ്രതം അല്ലെങ്കിൽ പോലും നാമങ്ങൾ ജപിച്ചുകൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ വ്രതമെടുക്കുക. എല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ തരും. ഈ കാര്യത്തിലും നമ്മുടെ വിഷമങ്ങൾ ഇല്ലാതാക്കുന്ന കാര്യത്തിലും. അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിലും എല്ലാം ഉയർച്ച ഉണ്ടാകുന്നതിന് തൈപ്പൂയത്തിന് സുബ്രഹ്മണ്യന് വേണ്ടി വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ദേവി പാർവതിയുടെ അനുഗ്രഹവും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹവും ഈ വ്രതമെടുക്കുന്നവർക്ക് ഈ ദിവസം കിട്ടും. ഒപ്പം സുബ്രഹ്മണ്യൻ്റെയും ദേവസേനാദേവിയുടെയും വള്ളി ദേവിയുടെയും അനുഗ്രഹവും കിട്ടും. മക്കൾക്ക് വേണ്ടി വ്രതമെടുക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ ഉന്നമനം ആഗ്രഹിക്കുന്നവർ സുബ്രഹ്മണ്യ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഈ ദിവസം വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നത് വളരെ സൗഭാഗ്യകരമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തൈപ്പൂയത്തിൻ്റെ അന്ന് വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. മറ്റെല്ലാ വ്രതങ്ങളും എടുക്കുന്നത് പോലെ തന്നെയാണ് തൈപ്പൂയത്തിൻ്റെ അന്നും വ്രതം എടുക്കേണ്ടത്. പക്ഷെ പൂർണ്ണമായിട്ടും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ചതായിരിക്കണം നിങ്ങളെ ആ ദിവസം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. പരമാവധി ജോലിക്കൊന്നും പോകുന്നില്ല എങ്കിൽ ഭഗവാന്റെ കീർത്തനങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ മാറി ജപിച്ചുകൊണ്ടിരിക്കുക. നാമമന്ത്രങ്ങൾ അഖണ്ഡമായിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. പരമാവധി ലഘുഭക്ഷണം മാത്രം കഴിക്കുക. പൂർണ്ണമായും ഭക്ഷണം ഉപേക്ഷിച്ച് കഠിനവ്രതമായിട്ട് എടുക്കുന്നവർ, അത് സാധിക്കില്ല എന്ന് തോന്നുന്നവർ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒന്ന് കഴിക്കുക. കാരണം ആരോഗ്യത്തെ യാതൊരു തരത്തിലും നിങ്ങളുടെ വ്രതം ബാധിക്കരുത്. ഭഗവാന്റെ സ്മരണയാണ് നമുക്കിവിടെ വേണ്ടത്. കാരണം സർവ്വചരാചരങ്ങളെയും അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യൻ, മുരുകൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ നിങ്ങളുടെ ആഹാരം ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഹൃദയം ഭഗവാന് സമർപ്പിക്കുന്നതാണ്
ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ ജപിക്കുക, നാമങ്ങൾ ജപിക്കുക, മന്ത്രങ്ങൾ അറിയുന്നവർ മന്ത്രങ്ങൾ ജപിക്കുക. ശരവണഭവായ നമ എന്ന മന്ത്രം വളരെ വിശിഷ്ടമായിട്ടാണ് പറയപ്പെടുന്നത്. അത് അഖണ്ഡമായിട്ട് ജപിക്കുന്നത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് നേടിത്തരുമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും തന്നെ ഈ ദിവസം വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണയിൽ, ഇനിയിപ്പോൾ ജോലിയൊന്നും മാറ്റിവെക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യനെ സ്കന്ദനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഭഗവാന്റെ നാമങ്ങൾ ഉള്ളിലെങ്കിലും ജപിക്കുക. ക്ഷേത്ര ദർശനം സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ വേണ്ട വഴിപാടുകൾ കഴിക്കുക. ഭഗവാന് മാലയോ പൂവോ ഒക്കെ സമർപ്പിക്കുക. എല്ലാ തരത്തിലും ഭഗവാന്റെ പാദത്തിലേക്കാവട്ടെ നമ്മുടെ ശ്രദ്ധ. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ഈ ഒരൊറ്റ വ്രതം കൊണ്ട്, ഈ സുബ്രഹ്മണ്യന് നമ്മൾ സമർപ്പിക്കുന്ന തൈപ്പൂയത്തിൻ്റെ ഒറ്റ വ്രതം കൊണ്ട് നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ എല്ലാം ഇല്ലാതാവും. നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാവും. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉയർന്ന തരത്തിൽ ഭഗവാൻ നടത്തിത്തരും. അത് എല്ലാ സിദ്ധ ഗുരുക്കന്മാരും പറയാറുണ്ട്. തൈപ്പൂയത്തിൻ്റെ വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് തമിഴ് സിദ്ധന്മാരിൽ നിന്ന് വളരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗുണം നിങ്ങളെല്ലാവരും അനുഭവിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി തൈപ്പൂയ ദിവസം വ്രതമെടുക്കുക. അതുപോലെ തന്നെ ദേവസേനാദേവിയെയും വള്ളി ദേവിയെയും പരാശക്തിയുടെ അംശാവതാരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്രതം വള്ളി ദേവിക്ക് വേണ്ടിയിട്ടും ദേവസേനാദേവിക്കും വേണ്ടിയിട്ട് എടുത്താലും, അത് ഷഷ്ടിവ്രതം സാധാരണ നമ്മൾ ദേവസേനാദേവിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ വള്ളി ദേവിക്ക് പരാശക്തി ഭാവം നൽകിക്കൊണ്ട് വള്ളി ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് തൈപ്പൂയത്തിന് വ്രതമെടുത്താൽ അത് വളരെ പെട്ടെന്ന് തന്നെ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നേടിത്തരുമെന്ന് പറയപ്പെടുന്നു. ഞാൻ പല ആവൃത്തി പറഞ്ഞ ഒരു മന്ത്രമുണ്ട്, ഓം ശരവണഭവായ നമ. ഇത് നിങ്ങളാൽ കഴിയുന്നത്രയും പ്രാവശ്യം അഖണ്ഡമായിട്ടാണെങ്കിൽ അങ്ങനെ തൈപ്പൂയത്തിൻ്റെ അന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും കിട്ടും. പ്രധാനമായിട്ടും മദ്യം പോലുള്ള ഒരു ലഹരിയും ഉപയോഗിക്കാതിരിക്കുക. അതാണ് വ്രതനിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പകൽ ഉറങ്ങാതിരിക്കുക, മദ്യം പോലുള്ള ലഹരികൾ ഉപേക്ഷിക്കുക. നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആഹാരം പാടെ ഉപേക്ഷിച്ചിട്ട് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ വ്രതഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കുക. പൂർണ്ണമായും ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളും ജപിക്കുക. ഇത് തന്നെയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. ഈ പറയുന്നത് പോലെ പരമാവധി ശ്രദ്ധയോടുകൂടി എല്ലാവരും സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടിയിട്ട് തൈപ്പൂയത്തിന് വ്രതമെടുക്കുക. എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ.